ഹലോ കേരളം, ഷെയറിംഗ് സ്റ്റോറീസ് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഈ ചാനലിൽ നമ്മൾ സാധാരണയായി പുസ്തകങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ഈയൊരു ചർച്ചയ്ക്ക് പിന്തുണ നൽകുന്നത് plotsformovies.com ആണ്. ഇതൊരു AI പിന്തുണയുള്ള ബുക്ക് ട്രെയിലർ പ്ലാറ്റ്ഫോമാണ് കേട്ടോ. അപ്പോൾ ഒരു പുസ്തകം വാങ്ങുന്നതിന് മുൻപ് അതിനെക്കുറിച്ച് ഏകദേശം ഒരു രൂപം കിട്ടാൻ അവിടെ 1 മിനിറ്റ് ദൈർഘ്യമുള്ള ട്രെയിലർ കാണാൻ പറ്റും. ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ പങ്കുവെച്ച ഒരു വിശകലനം അനുസരിച്ച് എസ്.കെ. പൊറ്റക്കാട്ടിന്റെ ഒരു ദേശത്തിന്റെ കഥ എന്ന മലയാളികൾക്ക് അത്രയേറെ പ്രിയപ്പെട്ട ഒരു നോവലാണ്. ഓർമ്മകൾ, പിന്നെ സാധാരണ മനുഷ്യർ, ഒരു നാടിന്റെ വളർച്ച, ഇതൊക്കെ ഇഴചേർത്ത് ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്ന കൃതി. നമുക്കൊന്ന് ആഴത്തിൽ നോക്കാം, അല്ലേ? തീർച്ചയായും. ഇപ്പോ നമ്മുടെ കയ്യിലുള്ള ഈ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ കഥ നടക്കുന്നത് അത്തിരണിപ്പാടം എന്നൊരു സാങ്കല്പിക ഗ്രാമത്തിലാണ്. അത് ശരിക്കും പൊറ്റക്കാട്ടിന്റെ സ്വന്തം നാടായ കോഴിക്കോടിന്റെ ഒരു നിഴലാണെന്ന് പറയാം. അതെ അതെ, ആ ഒരു പ്രചോദനം നന്നായി കാണാം. വർഷങ്ങൾക്ക് ശേഷം അങ്ങോട്ട് തിരികെ എത്തുന്ന ആ പ്രധാന കഥാപാത്രമില്ലേ, അയാളുടെ ഓർമ്മകളിലൂടെയാണല്ലോ നോവൽ മുന്നോട്ടു പോകുന്നത്. എന്താണ് ഈ അത്തിരണിപ്പാടത്തിന് ഇത്ര പ്രാധാന്യം? ആഹാ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം ഈ നോവലിൽ അത്തിരണിപ്പാടം എന്നത് വെറുമൊരു ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ല. ഓക്കെ, അതൊരു ജീവനുള്ളൊരു കഥാപാത്രം തന്നെയാണ്. Bring your book to life with AI. Enhance the storytelling experience to the next level with realistic characters and immersive voiceovers. And reach a larger audience. Get away from the boring stock images and videos for your book trailers. Reach out to plotsformovies.com today. കാലത്തിനനുസരിച്ച് മാറുന്നുണ്ട്, വളരുന്നുണ്ട്, ഓർമ്മകൾ സൂക്ഷിക്കുന്നുണ്ട്. ശരിയാണ്. അപ്പോ ഇത് ആ കഥ പറയുന്ന ആളുടെ മാത്രം കഥയല്ല, ആ ദേശത്തിന്റെ, ആ നാടിന്റെ, ആത്മാവിന്റെ ഒരു രേഖപ്പെടുത്തൽ കൂടിയാണ്. അതെ, ആ ഒരു അവതരണം അത് കുറച്ച് വ്യത്യസ്തമായി തോന്നി. കഥ വളരെ പതിയാണല്ലോ മുന്നോട്ടു പോകുന്നത്. ഗൃഹാതുരത്വം, നൊസ്റ്റാൾജിയ എന്ന് നമ്മൾ പറയില്ലേ, അത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പഴയ കൂട്ടുകാർ, കുടുംബത്തിലെ കാര്യങ്ങൾ, നാട്ടിലെ ചില രസികൻ കഥാപാത്രങ്ങൾ, പിന്നെ ദൂരയാത്ര പോയതിന്റെ ഓർമ്മകൾ. അതെ, ഓർമ്മകളുടെ പല തട്ടുകളാണ്. ഈ മെല്ലപ്പോക്ക് നോവലിന്റെ ആസ്വാദനത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? ആ ഒരു സാവധാനതയാണ് ശരിക്കും ഈ നോവലിന്റെ ഒരു കാതലെന്ന് പറയാം. അത് നമ്മളെ, വായനക്കാരെ, ആ കഥാപാത്രങ്ങളോടും ആ കാലത്തോടും കൂടുതൽ അടുപ്പിക്കുന്നുണ്ട്. ശരിയാണ്. പെട്ടെന്ന് കഥ പറഞ്ഞു തീർക്കുന്നതിന് പകരം ഓരോ ഓർമ്മയും ഓരോ അനുഭവവും അതൊന്ന് ആഴത്തിൽ തൊടാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓരോ കഥാപാത്രത്തെയും വളരെ സഹാനുഭൂതിയോടെ കാണാൻ അത് നമ്മളെ പ്രേരിപ്പിക്കും. പിന്നെ ഈ ഓർമ്മകൾ ഇങ്ങനെ അടുക്കുകളായി വരുമ്പോ ഒരു വ്യക്തിയുടെ ചരിത്രവും ഒരു ദേശത്തിന്റെ ചരിത്രവും എങ്ങനെയാണ് ഒന്നായി തീരുന്നത് എന്ന് പൊറ്റക്കാട്ട് കാണിച്ചു തരുന്നുണ്ട്. ചരിത്രമെന്ന് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, മാറുന്ന സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ഇതിന്റെ പശ്ചാത്തലത്തിൽ വരുന്നുണ്ടല്ലോ. ഉവ്, പ്രത്യേകിച്ച് ആ കോളനി ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തേക്കുള്ള മാറ്റം, ജാതി, മതം, വർഗം, ഇതൊക്കെ എങ്ങനെയാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്? ഒരുപാട് ലോഡ് ചെയ്യാതെ. അതാണ് അതിലെ ഒരു വൈഭവം. വളരെ വളരെ സൂക്ഷ്മമായിട്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. ഓക്കേ. വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രസ്താവനകളോ അല്ലെങ്കിൽ ഒരു പ്രത്യയശാസ്ത്രം അടിച്ചേൽപ്പിക്കലോ ഒന്നും കാണില്ല. ഇല്ല. സാധാരണ മനുഷ്യരില്ലേ, അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ, അവരുടെ സംസാരം, ചെറിയ ചെറിയ സംഭവങ്ങൾ, ഇതിലൂടെയാണ് ആ സാമൂഹിക യാഥാർത്ഥ്യങ്ങളൊക്കെ പതിയെ വെളിവാകുന്നത്. എന്നുവെച്ചാൽ വായനക്കാരന് സ്വന്തമായി ചിന്തിക്കാനും മനസ്സിലാക്കാനും ഒരു ഇടം കൊടുക്കുന്നുണ്ട്. ശരിയാണ്. ആ ഒരു ശൈലിയും എടുത്തു പറയേണ്ടതാണല്ല. തീർച്ചയായും. അതിലൊരു ഫിലോസഫിക്കൽ ടച്ചുണ്ട്, പക്ഷേ ഒരു ഉപദേശിയുടെ രീതിയില്ല. നല്ല വൈകാരികതയുണ്ട്, എന്നാൽ ഓവറായി പോകുന്നില്ല. അതെ, ആ ബാലൻസ്. മലയാള ഭാഷയുടെ ആ ഒരു ഭംഗി അത് നന്നായിട്ട് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. പുഴ, ഉത്സവം, പ്രകൃതി, അതൊക്കെ വർണ്ണിക്കുമ്പോൾ ആ നാടിനോടുള്ളൊരു സ്നേഹം വ്യക്തമാണ്. ആ സ്നേഹം തെളിഞ്ഞു കാണാം. പക്ഷെ അതോടൊപ്പം എന്തോന്ന് നഷ്ടപ്പെടുന്നു എന്നൊരു വിഷാദം അതിലില്ലേ ഈ ആധുനികത വരുന്നതിനനുസരിച്ച്? ഉണ്ട്, തീർച്ചയായും. ആ ഒരു നഷ്ടബോധം വളരെ പ്രധാനമാണ്. ആ പഴയ കാലവും പുതിയ കാലവും തമ്മിലുള്ള ഒരു സംഘർഷം. അതെ. പാരമ്പര്യവും മാറ്റവും, വ്യക്തിയും സമൂഹവും തമ്മിലുള്ള ബന്ധം, ഭൂതകാലവും വർത്തമാനകാലവും തമ്മിലുള്ളൊരു പാലം പോലെ, ഇതൊക്കെയാണ് നോവൽ തൊട്ടുപോകുന്നത്. പിന്നെ ദേശം എന്നു പറയുന്നത് വെറുമൊരു ഭൂമിശാസ്ത്രപരമായ സ്ഥലം മാത്രമല്ല, അത് ഓർമ്മയാണ്, വികാരമാണ്, കഥകളാണ് എന്നൊരു വലിയ ആശയം ഇതിലുണ്ട്. ആധുനികതയിൽ നഷ്ടപ്പെടുന്ന ആ നാടിന്റെ തനിമ,
അതെ, അതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത തീർച്ചയായും വരും. സാധാരണ നോവലുകൾ പോലെ ഒരു ക്ലൈമാക്സിലേക്ക് പോകുന്നില്ലേ ഇത്? പകരം ജീവിതം പോലെ ഇങ്ങനെ ഒഴുകി നീങ്ങുകയാണ് പല അധ്യായങ്ങളായിട്ട്. ഉം, അപ്പൊ സംഭവങ്ങളെക്കാളും ആ കടന്നുപോകുന്ന കാലം നമ്മളിൽ ഏൽപ്പിക്കുന്ന ഭാരമാണോ ഇതിന്റെ ഒരു വൈകാരികതലം? അതെ, അത് വളരെ ശരിയാണ്. സംഭവങ്ങളുടെ ആ ഒരു നാടകീയതയിലല്ല ഊന്നൽ, അല്ല. മറിച്ച് കാലം, അത് മനുഷ്യരിലും ആ ദേശത്തിലും ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, അവശേഷിപ്പിക്കുന്ന ഓർമ്മകൾ, ആ ഓർമ്മകളുടെ ഭാരം, അതിലാണ് നോവലിന്റെ ആ വൈകാരികമായ കേന്ദ്രം. പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടതും എന്നാൽ നമ്മുടെ ഓർമ്മകളിലും കഥകളിലുമൊക്കെ ഇപ്പോഴും ജീവിക്കുന്നതുമായൊരു ലോകമില്ലേ? ഉം. ആ ലോകത്തോട്, ആ നാടിനോട്, ആ മനുഷ്യരോട് നമുക്ക് വല്ലാത്തൊരു അടുപ്പവും ഒരു തീവ്രമായ ഗൃഹാതുരത്വവും തോന്നും. അത് നമ്മൾ ബാക്കിയാവും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഒരു ദേശം ഓർമ്മകളും കഥകളും കൊണ്ടാണെങ്കിൽ ഈ മാഞ്ഞുപോകുന്ന അടയാളങ്ങളെ, മാറുന്ന കാലത്തെ നമ്മൾ എങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത്? അതൊരു വലിയ ചോദ്യം തന്നെയാണ്. അത് നമ്മളെ വേറൊരു ചിന്തയിലേക്ക് കൊണ്ടുപോകും. അതായത്, നിങ്ങളുടെ സ്വന്തം നാടിനെക്കുറിച്ചുള്ള ഓർമ്മകൾ. ചുറ്റും ഒരുപാട് മാറ്റങ്ങൾ വരുമ്പോൾ ആ നാടിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഇപ്പോഴത്തെ കാഴ്ചപ്പാടിനെ അതെങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? ശരിയാണ്. ഓർമ്മകൾ കൂടുതൽ മധുരമുള്ളതാവുകയാണോ, അതോ ചിലപ്പോൾ വേദന തരുന്ന ഓർമ്മകളായി മാറുന്നുണ്ടോ? ഇത് ഓരോരുത്തർക്കും അവരവരുടെ അനുഭവത്തിൽ നിന്ന് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. തീർച്ചയായും ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണത്. ഇന്നത്തെ ഈ ചർച്ച വളരെ നന്നായിരുന്നു. ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ഇത് സഹായിച്ചു എന്ന് കരുതുന്നു. ഈ ചർച്ച നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ഈ ഷെയറിംഗ് സ്റ്റോറീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ വലുതാണ്. അതെ. പിന്നെ ഈ പുസ്തകം ഒരു ദേശത്തിന്റെ കഥ വായിച്ചിട്ടില്ലാത്തവർ തീർച്ചയായും വായിക്കണം. മലയാളത്തിലെ ഒരു ക്ലാസിക്കാണിത്. വാങ്ങാനുള്ള ലിങ്ക് ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത തവണ മറ്റൊരു പുസ്തക വിശകലനവുമായി വീണ്ടും കാണാം. നന്ദി. Bring your book to life with AI. Enhance the storytelling experience to the next level with realistic characters and immersive voiceovers. And reach a larger audience. Get away from the boring stock images and videos for your book trailers. Reach out to plotsformovies.com today.